എന്താ സമയം വൈകിട്ട് 5:30. ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് ഇട്ടു. എവിടെ പോകുന്നു പിന്നെ ചാത്തല്ലൂർ പോകും കേട്ടോ. വലിയ ഇത്താൻ്റെ അടുത്ത് പോവുകയാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഒരു 8ന്റെ പണിയെക്കുറിച്ചാട്ടോ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചാത്തല്ലൂർ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മൂന്നാളും റെഡിയായി. ഇനി ഡ്രൈവറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവരാണെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയായപ്പോൾ തന്നെ കരുളായി ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് തോർന്നു. എന്നിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നിലമ്പൂർ എത്തുന്നതിന് മുമ്പേ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞു തുടങ്ങി വീണ്ടും. പിന്നെ അത് കഴിഞ്ഞ് നിലമ്പൂർ കഴിഞ്ഞ ഉടനെ ഭയങ്കര മഴ, കണ്ണ് കാണാൻ പറ്റാത്ത മഴയായിരുന്നു കേട്ടോ. റോഡിലൊക്കെ മൊത്തം വെള്ളം. മമ്പാട് ബീമ്പുങ്ങളൊക്കെ എത്തിയപ്പോൾ റോഡ് മൊത്തം ഫില്ലായി കിടക്കുക. തോട് ഏതാ പുഴ ഏതാന്ന് മനസ്സിലാവാത്ത രീതിയിൽ റോഡ് മൊത്തം വെള്ളമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടവണ്ണെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പോവുക കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് എന്തിനാന്ന് ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല. നമ്മൾ റിഷുവിൻ്റെ ബർത്ത്ഡേക്ക് പോയൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അന്ന് ബർത്ത്ഡേക്ക് നമ്മൾ അവനെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് നമ്മളെല്ലാവരും കഴിച്ചു. ഞാനും ഇക്കായും ഉമ്മയും ഉപ്പയും ഇത്തമാരും പിള്ളേരും എല്ലാം കഴിച്ചു. അന്ന് രാത്രി തന്നെ നമ്മൾ കഴിച്ചു. എന്നിട്ട് പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസം അവൻ്റെ ഫ്രണ്ട്സിന് സ്കൂളിലോട്ട് കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് അതിനകത്ത് പിള്ളേർ ചോക്ലേറ്റ്സിനകത്ത് പുഴുവും ചെള്ളും ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവന് സ്കൂൾ വിട്ട് വന്നപ്പോൾ വീട്ടിൽ പറഞ്ഞു. അതിന് ശേഷം ഉമ്മ അതിനകത്ത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഉമ്മയും കണ്ടു കേട്ടോ അതിനകത്ത് പുഴു. അങ്ങനെ പുഴു കണ്ട ഉടനെ ഉമ്മ അത് 2 കണ്ടപ്പോഴത്തേക്ക് അത് വലിച്ചെറിഞ്ഞു. ആ 2 മിഠായിയും വലിച്ചെറിഞ്ഞു. അപ്പം ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അത് കളയല്ലേ, നമുക്ക് വേണം. കാരണം ഞങ്ങളെല്ലാം കഴിച്ചു. ഒരു 5-6 മിഠായി എങ്ങാണ്ട് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ ഈ പുഴുവിനെ ശ്രദ്ധിക്കുന്നത്. അത് ആ പിള്ളേർ കണ്ടതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ ഉമ്മയൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരോട് അതിൻ്റെ ഫോട്ടോ എടുത്തു തരുമോ, വീഡിയോ എടുത്തിട്ട് തരുമോ എന്ന് വെച്ചപ്പം അവിടെ എടുത്തു തരാനായിട്ട് ആരും ഇല്ലായിരുന്നു കേട്ടോ. ഉമ്മക്കൊന്നും അങ്ങനെ വീഡിയോ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോയും ഇതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാത്തല്ലൂരിന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേപ്പർ എടുത്താലുണ്ട് കാണും. ഉണ്ടാവില്ല, കോഴി പൊട്ടിച്ചത് പോയോ? ഇന്നില്ല, ഇല്ല. എന്നത്തെ മുറിച്ചൊക്കെ നോക്കുമ്പോട്ടായി ജീവനുള്ള സാധനമാണ്. അതിന് മാത്രം വരുത്തുള്ളൂ. ഇതിൽ എങ്ങനെയാലും കാണൂല്ലോ. ഈ ലൈറ്റിൽ കാണത്തില്ല. ഈ ലൈറ്റ് പോരാ. 2 ലൈറ്റും കൂടി, ആ ലൈറ്റും കൂടി ഇട്ടോ. എന്തായി വരച്ച് പോയാവോ? ഒറ്റൊന്നുമില്ല. ഇല്ല, എന്നത്തൊന്നുമില്ലേ. ഇവിടെ കാണില്ല. കണക്കല്ലേ ഉള്ളിലേക്ക് പോയോ? ഉള്ളത് കിട്ടിയില്ലല്ലോ. ഇവിടെ പോയി. എന്താ മുട്ടായി കാത്തോട്ട് പോയോ? കാണുന്നുണ്ടോ? അരിച്ചു പോകണ്ട. ക്ലിയർ ആവുന്നില്ല. അതിന്റെ കളറും കാപ്പി കളറും എന്തൊരു സ്പീഡിലാണ് പോകുന്നത് അറിയോ? റോഡ് എനിക്ക് കാണാനിട്ടല്ല, ക്യാമറയിലോട്ട് വരുന്നില്ല. അത് കിട്ടിയോ? എൻ്റെ കൈമക്കാണോ പോണം? കിട്ടിയത് ഉറപ്പല്ലേ? ഇത് കിട്ടി. ശരിക്കും അരിക്കുന്നത് കാണിച്ചു. ഇല്ല, അത് അരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ സംഭവം. കാരണം ഇത് രാവിലെ അവര് അഴിച്ചു നോക്കിയതാണ്, പുഴു ഉണ്ടോന്ന് ചെക്ക് ചെയ്തതാണ് അവര്. അപ്പൊ ഞങ്ങൾ അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറഞ്ഞത്. കണ്ടോ പുഴു കറക്റ്റായിട്ട് കിട്ടിയിട്ട്. അപ്പൊ ഇതുപോലെ പുഴുവുണ്ട് ചെള്ളുമുണ്ട്. ഈ ഒരു മിഠായിയാണ് ഞങ്ങൾ എല്ലാവരും കുത്തിയിരുന്ന് കഴിച്ചത്. ചോക്ലേറ്റ്സ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ ഒന്നും കഴിക്കരുത്. ഞങ്ങൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമായി പോയി. അത് എല്ലാവരും ഇരുന്ന് കഴിച്ചു. 70 വയസ്സ് കഴിഞ്ഞ ഉപ്പായും 4 വയസ്സുള്ള എൻ്റെ മോളും ഒരുപോലെ കഴിച്ചു. ഞങ്ങളിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ആർക്കെങ്കിലും വയറിളക്കോ ഛർദിയൊക്കെ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇത് അറിഞ്ഞപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലപ്പുറത്ത് ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭാഗത്തുള്ള ഓഫീസറെ അവർ വിളിച്ചറിയിച്ചു. അപ്പൊ നമ്മൾ പിന്നെ വീണ്ടും വൈകിട്ട് അയാളെ വിളിച്ച് ചോദിച്ചു എന്തായി ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇന്ന് വണ്ടി അലൗഡ് അല്ല, വണ്ടി അവൈലബിൾ അല്ല, നാളെയൊക്കെ പോവാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിത് അറിയുമ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വണ്ടിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും ആ കടയിലുള്ള മിഠായി തീരത്തില്ലേ. ചെറിയൊരു കട, ഒരു ഗ്രാമപ്രദേശത്തുള്ള കടയൊക്കെ ആകുമ്പോൾ അത്രയ്ക്ക് സ്റ്റോക്കേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം പുള്ളി രാവിലെ വിളിച്ചു, ഞാൻ കടയിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ അതിന്റെ സ്റ്റോക്ക് ഇല്ല, കാലിയായിട്ടുള്ള ബോക്സ് മാത്രം കണ്ടു എന്നൊക്കെയാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ശുഷ്കാന്തിയൊക്കെ. നമ്മളെത്ര വിളിച്ചു പറഞ്ഞാൽ നമ്മൾ കാണുന്നതേ വൈകി, നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അവരത് പോയി നോക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പിള്ളേർക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരമക്കൾക്കോ ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഈ ബോക്സ് കിട്ടിയപ്പോൾ അതിനകത്ത് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. ഡേറ്റ് കഴിയാത്ത ബോക്സാണ്. എന്നിട്ടും അതിനകത്ത് ഇതുപോലെ പുഴു വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊക്കെ ഇതുവരെ കഴിച്ച ചോക്ലേറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു എങ്ങനെ നമ്മൾ വിശ്വസിച്ചൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. അങ്ങനെ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഒരു കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അപ്പുറത്ത് പോയി ഉപ്പാനെ ഉമ്മാനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്കും വൈകിട്ട് 5:30 തുടങ്ങിയ മഴ അപ്പോഴും അവസാനിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ ദേ മോള് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. കാരണം തണുപ്പുമാണ്, വണ്ടിയിൽ യാത്ര ചെയ്യുമല്ലേ. ഏകദേശം 9 മണിയൊക്കെ ആയി. അപ്പോൾ അവള് നന്നായിട്ട് എൻ്റെ മടിയിൽ കിടന്നുറങ്ങുക. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഫുഡ് നമ്മുടെ നിലമ്പൂര് വൈറ്റ് ലോഞ്ചിൽ എത്തിയിട്ട് മേടിക്കണം. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരോട് പാക്ക് ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ നമ്മുടെ നിലമ്പൂര് വൈറ്റ് ലോഞ്ചിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടാ. അപ്പൊ അവിടെ കയറിയിട്ട് ഇനി ആ ഫുഡൊന്ന് കളക്ട് ചെയ്യണം. മോൾ ഉറങ്ങിയത് കൊണ്ട് അവളെയും തോളിലിട്ടുകൊണ്ട് തന്നെ വേണം പോവാന്. അപ്പൊ നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റിയിടുവാണ്. അങ്ങനെ ഫുഡൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം അവളെ ഉണർത്താനുള്ള ശ്രമത്തിലാട്ടോ. അവളെ ഉണർത്തി ഫുഡ് കൊടുക്കണം. എന്നിട്ട് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടല്ലേ കിടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.